താങ്ക് യു ജീസസ്. കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. വേദിയിലിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്ത കുടുംബങ്ങൾ, ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ, ഇന്ന് ഈ മീറ്റിങ്ങിന് കടന്നു വന്നിരിക്കുന്ന വിശ്വാസി കുടുംബങ്ങൾ, ഈ സമയത്തിൻ്റെ എനിക്ക് ഈ സമയത്ത് മൈക്ക് തന്നപ്പോൾ ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഞാൻ എല്ലാവരെയും വന്ദനം പറയുന്നു. മ്യൂസിക് ടീം, അതുപോലെ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നവർ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ഒത്തിരി സന്തോഷം നിങ്ങളുടെ കൂടെ ഈ പ്രാരംഭ ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിന് നന്ദി. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് അടുത്ത മിനിറ്റുകളിലേക്ക് അസാധാരണമായ ദൈവ സാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും അധരങ്ങളെ ചലിപ്പിച്ച് 1-2 മിനിറ്റുകൾ ആ കൈകളെ തട്ടി കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിയിട്ട് സ്തോത്രം ചെയ്യാൻ പറ്റുന്നവരൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം ചെയ്യാൻ പറ്റുന്നവരൊന്ന് സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവേ, ഒരു ദൈവശബ്ദം ഞാൻ പറഞ്ഞോട്ടെ. ആര് പാടുന്നതല്ല, ആര് പ്രസംഗിക്കുന്നതല്ല വിഷയം. ആ പ്രസംഗിക്കുമ്പോഴും പാടുമ്പോഴും ആരാണ് ഇറങ്ങി വരുന്നത്, അദ്ദേഹത്തിനാണ് ഇതിൻ്റെ അകത്ത് വാല്യൂ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് യേശു കർത്താവെന്നാണ്. ഇവിടെ ആര് പാടിയാലും ആര് പ്രസംഗിച്ചാലും ഇറങ്ങി വരുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. അത് ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ യേശു കർത്താവ്. ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് പറഞ്ഞോട്ടെ, യേശു കർത്താവ് ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. എൻ്റെ കർത്താവ് ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പരിശുദ്ധനായ നല്ല കർത്താവേ, നല്ല സമയത്തിന് നന്ദി വരുന്ന കർത്താവ്, ഞങ്ങളുടെ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്ന കർത്താവേ, അസാധാരണമായ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, സകലത്തെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ സാന്നിധ്യം കൂടിയിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഒരിക്കൽ കൂടെ കൈകളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയട്ടെ. താങ്ക് യു ലോർഡ്. നമുക്കൊരു പഴയ ഗാനം പാടി കർത്താവിനെ മഹത്വപ്പെടുത്ത എല്ലാവരും കൈകളെ തട്ടി എന്നോടൊപ്പം ഒന്ന് പാടുക, ഞങ്ങൾക്കൊപ്പം ഒന്ന് പാടുക. വളരെ പ്രാർത്ഥനയാണ് തന്നെ. ഹല്ലേലൂയ. പരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, പരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ച് സിയോൻ മണാളനെ, ശാലമി പ്രിയനെ, സിയോൻ മണാളനെ, ശാലമി പ്രിയനെ, അങ്ങേ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. ചേർന്ന് പാടിയാട്ടെ. സിയോൻ മണാളനെ, ശാലമി പ്രിയനെ, സിയോൻ മണാളനെ, ശാലമി പ്രിയനെ, അങ്ങേ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, പരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ,
സിയോൻ മണാളനെ ശാലേമി പ്രിയനെ, സിയോൻ മണാളനെ ശാലേമി പ്രിയനെ, അങ്ങേ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഞാൻ പോയി മറയുമേ, കണ്ണിമയ്ക്കും ഞോടി നേരത്ത് ചേരുമേ വീൺപുരിയതിൽ. ഹല്ലേലൂയ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തു നിന്നു ഞാൻ പോയി മറയുമേ, കണ്ണുനീർ നിറഞ്ഞ ലോകത്തു നിന്നു ഞാൻ പോയി മറയുമേ, കണ്ണിമയ്ക്കും ഞൊടി നേരത്തു ചേരുമേ വിൺപുരിയതിൽ, കണ്ണിമയ്ക്കും ഞൊടി നേരത്തു ചേരുമേ വിൺപുരിയതിൽ. സിയോൻ മണാളനെ ശാലേമി പ്രിയനെ, സിയോൻ മണാളനെ ശാലേമി പ്രിയനെ, അങ്ങേ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ. ഒരുമിച്ച് ചേർന്ന് പാടിയട്ടെ. പരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, പരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ. സിയോൻ മണാളനെ ശാലേമി പ്രിയനെ, സിയോൻ മണാളനെ ശാലേമി പ്രിയനെ, അങ്ങേ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ. ഒരു തവണ കൂടെ. ഓ കണ്ണുനീർ നിറഞ്ഞ ലോകത്തു നിന്നു ഞാൻ പോയി മറയുമേ, കണ്ണുനീർ നിറഞ്ഞ ലോകത്തു നിന്നു ഞാൻ പോയി മറയുമേ, കണ്ണിമയ്ക്കും ഞൊടി നേരത്തു ചേരുമേ വിൺപുരിയതിൽ, കണ്ണിമയ്ക്കും ഞൊടി നേരത്തു ചേരുമേ വിൺപുരിയതിൽ. സിയോൻ മണാളനെ ശാലേമി പ്രിയനെ, സിയോൻ മണാളനെ ശാലേമി പ്രിയനെ, അങ്ങേ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൈവ ശബ്ദമുണ്ട്. ഈ മീറ്റിങ്ങിന് വേണ്ടി പരിശുദ്ധാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ഉറപ്പ് ഇതാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം, ബെഥസ്ത കുളത്തിൽ 38 വർഷം കിടന്ന മനുഷ്യൻ ഏതാണ്ട് 13,870 അത്ഭുതങ്ങൾ കണ്ടു. ഏതാണ്ട് 13,870 ദൂതന്മാരെ അദ്ദേഹം കണ്ടു. എത്രയും സാക്ഷ്യങ്ങൾ അതെല്ലാം കേട്ടിട്ടും ഈ മനുഷ്യൻ അതൊന്നും തൊട്ടില്ലെന്നാണ് ഏറ്റവും വലിയ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ പറയാറുണ്ട്, ബെഥസ്ത കുളത്തിന് തന്നെ അപമാനമായിട്ട് ഈ മനുഷ്യൻ നിന്ദിക്കപ്പെട്ട് കിടക്കുമ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു ഉറപ്പുണ്ട്. ഇന്ന് ചിലർക്ക് വേണ്ടി, ചില കുടുംബങ്ങൾ വേണ്ടി യേശു നേരിട്ട് ഇറങ്ങാൻ പോകുകയാണ്. ഈ കൺവെൻഷൻ എന്തുകൊണ്ട് വെച്ചെന്നറിയാമോ? ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനോട് പറയുന്നൊരു ദൈവശബ്ദം ചില ഫാമിലിക്ക് വേണ്ടി, ചില തലമുറകൾക്ക് വേണ്ടി, ഈ വേറ്റിക്കോണ പട്ടണത്തിന് വേണ്ടി എൻ്റെ കർത്താവ് നേരിട്ട് ഇറങ്ങാൻ പോകുകയാണ്. ചിലരുടെ നിന്ദകളെ മാറ്റുന്ന രാത്രിയാണ്, ചിലരുടെ രോഗങ്ങളെ മാറ്റുന്ന രാത്രിയാണ്, ചിലർ സൗഖ്യമാകുന്ന രാത്രിയാണ്. 1-2 മിനിറ്റുകൾ
സഭ ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയട്ടെ. നേരിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് ഇറങ്ങി വരാൻ പോകുകയാണ്. നിങ്ങളുടെ നിന്ദകളെ ദൈവം എടുത്ത് മാറ്റാൻ പോകുകയാണ്. നിങ്ങളുടെ വേദനകളെ മാറ്റാൻ പോകുകയാണ്. ഉള്ളിലെ വേദനകൾ, ഉള്ളിലെ നീറുന്ന വിഷയങ്ങൾ, തലമുറയെ പറ്റി, കുടുംബങ്ങളെ പറ്റിയുള്ള ആ ദുഃഖകരമായ വിഷയങ്ങളെ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൂതനല്ല വരാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് നേരിട്ട് ഇറങ്ങാൻ പോകുകയാ. എന്റെ യേശു കർത്താവ് നേരിട്ട് ഇറങ്ങാൻ പോകുകയാ. 2002 ഇതുപോലെ മരണത്തോട് മല്ലടിച്ച് കിടന്ന് എന്നെ ക്യാൻസർ രോഗം വന്ന് ഇനി മുന്നോട്ടൊരു പ്രതീക്ഷയില്ല, സകലതും തകർന്ന് എന്റെ തലയ്ക്ക് മേൽ 39 ദിവസം മാത്രം വിധി എഴുതി എന്റെ അടുത്ത് വന്നത് ഡോക്ടേഴ്സ് അല്ല, എന്റെ അടുത്ത് വന്നത് മരുന്നുകളല്ല, സാധ്യതകളല്ല. എന്റെ അടുത്ത് വന്നത് നേരിട്ട് യേശു കർത്താവ് വന്ന് ആ മരണകരമായ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിച്ച് വേറ്റിക്കോണ കൺവെൻഷനിലെ ആദ്യത്തെ ദിവസത്തിൽ പിടിച്ചു നിർത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം, യേശു ഇന്ന് രാത്രികാലം നേരിട്ട്. നിങ്ങൾ എത്ര വലിയ വിഷമത്തിലൂടെ പോയാലും, എത്ര വലിയ ദുഃഖകരമായ പ്രയാസത്തിലൂടെ കടന്നുപോയാലും, ഞങ്ങൾക്ക് പറയാൻ ഒറ്റ പേരേ ഉള്ളൂ, യേശു വരാൻ പോകുകയാണ്. യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുകയാണ്. ഒരു ദൈവശബ്ദം കൂടെ പറഞ്ഞോട്ടെ. അതുവരെ ബെഥസ്ദ കുളത്തിലെ ചരിത്രം എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് സൗഖ്യം. പക്ഷെ ഒരുത്തൻ കാരണം വെള്ളത്തിൽ ഇറങ്ങാതെ സൗഖ്യം നടന്നെങ്കിൽ ഇന്നത്തെ ഈ കൺവെൻഷനിൽ ഞാൻ ഇങ്ങനെ പറയും, ചില സിസ്റ്റങ്ങളെ ദൈവം മാറ്റാൻ പോകുകയാണ്. ചില സിസ്റ്റങ്ങളെ, ഈ പട്ടണത്തിലെ ചില സിസ്റ്റങ്ങളെ എൻ്റെ കർത്താവ് ഇന്ന് രാത്രികാലം അഴിക്കാൻ പോകുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റേ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. ഒരുമിച്ച് കർത്താവിനെ പാടി സ്തുതിക്കാൻ പോകുകയാണ്. ബൈബിൾ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം പറയുന്നു, അതിന് 24-ാമത്തെ വാക്യം പറയുന്നു, മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. സഭ എന്നോട് പറഞ്ഞാട്ടെ, മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, മരണത്തിന് എന്റെ യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് മരണം എന്ന് പറയുന്നത്. ആ മരണം എന്റെ കർത്താവിനെ വലിഞ്ഞു മുറുക്കിയപ്പോൾ 8 ടണ്ണോളം ഭാരമുള്ള കല്ലെടുത്ത് ഉരുട്ടി വെച്ച് ഒരു കാലത്ത് പുറത്തു വരുതെന്ന് പറഞ്ഞ് അടച്ചു വെച്ച മേഖലയ്ക്കകത്ത് ബൈബിൾ നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു ദൈവശബ്ദം, 3-ാം ദിവസം എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ പട്ടണത്തിന്റെ അകത്ത് നിന്ന് മണ്ണിട്ട് മൂടിയ ചില വിഷയങ്ങൾ, കല്ലിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ മരിച്ചുപോയി ബ്രദറെ, ഇനി സാധ്യതയില്ല, മരവിച്ചു പോയി, ഇനി മുന്നോട്ടൊരു വഴിയില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഒരു വചനമുണ്ട്, മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രികാലം ഇവിടുത്തെ ചില കുടുംബങ്ങളെ പിടിച്ചു വെക്കാൻ, മദ്യപാനത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. അതിൽ നിന്ന് തകർച്ചകളെ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ കൈകളെ തട്ടി സഭ 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ടെ. എന്റെ കൂടെ, ഞങ്ങളുടെ കൂടെ ഒന്ന് ചില മിനിറ്റുകൾ അന്യഭാഷ പറഞ്ഞാട്ടെ. ഇവിടെ അന്തരീക്ഷം മാറട്ടെ. ഹല്ലേലൂയ. ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയമാണ് ഈ കൺവെൻഷന് വേണ്ടി മാസങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ്. ഒരുമിച്ച് പറയാൻ കഴിയുമോ? മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. സാർ, ഇന്ന് രാത്രികാലം ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തു തന്നെയാണെങ്കിലും യേശുവിൻ്റെ അടുത്ത് വാ. യേശു കർത്താവ് ഇന്ന് രാത്രി സൗഖ്യമാക്കാൻ മതിയായവനാണ്. നമുക്ക് ഒരുമിച്ച് പാടി കരകളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. Thank you, Lord. കർത്താവേ, ദേവന്മാരിൽ അങ്ങയ്ക്കു തുല്യനായ, സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങയ്ക്കു തുല്യനായ. കർത്താവേ, ദേവന്മാരിൽ അങ്ങയ്ക്കു തുല്യനായ,
സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്കു തുല്യനായ. ചേർന്ന് പാടിയട്ടെ. യേശുവെ പോലാരുമില്ല, ഓ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, എന്റെ യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്കു തുല്യനായ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്കു തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർന്നു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർന്നു. അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവൻ. ചേർന്ന് പാടിയട്ടെ. അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവൻ. യേശുവേ, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്കു തുല്യനായ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്കു തുല്യ. കർത്താവേ, കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്കു തുല്യനായ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്കു തുല്യനായ. കർത്താവേ, കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്കു തുല്യനായ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്കു തുല്യനായ. യേശുവേ, യേശുവെ പോലാരുമില്ല. ചേർന്ന് പാടിയട്ടെ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്കു തുല്യനായ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്കു തുല്യനായ. പാപത്തിൻ കരകൾ പോക്കാൻ രക്തം ചിന്തി. പാപത്തിൻ കരകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങേ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനേ. അങ്ങേ പോലെ ആരുമില്ല, യാഗമായി തീർന്നവൻ. യേശുവേ, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്കു തുല്യനായ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്കു തുല്യനായ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർന്നു. ആമേൻ. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർന്നു. അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനേ. അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവൻ. അതുകൊണ്ട് യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവേ. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്കു തുല്യനായ. സ്വർഗത്തിലും
മലയിലോ മടഞ്ഞിടിലോ വല്ലവൻ പുതുവഴി തുറന്നിടുവേ. നിനക്കാ കരുതോ നല്ല ഓഹരി, നിനക്കാ കരുതോ അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുടങ്ങേശു കണ്ണൂതിരവൻ തുടയ്ക്കും. അവൻ കഷ്ടങ്ങളിൽ നല്ല ശബ്ദമുയർത്തി വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കാ കരുതോ അവൻ നല്ല ഓഹരി, നിനക്കാ കരുതോ അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുടങ്ങേശു നിരാവൻ തുടയ്ക്കും. അവൻ കഷ്ടങ്ങളിൽ നല്ല തുടങ്ങേശു കണ്ണൂതിര. ഒരുമിച്ച് ഓ യേശുവെ പോലെ ആരുമില്ല, എന്റെ യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, ഓ യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്ക് തുല്യനായ, സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്ക് ഒരിക്കൽ കൂടെ യേശുവേ, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, ഓ യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും അങ്ങേക്ക് തുല്യ. സ്വർഗത്തിലും ചില മിനിറ്റുകൾ അന്യ ഭാഷകളെ മരണകരമായ രോഗത്തിൽ ആയിരിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവെ പോലെ ആരുമില്ല. Thank you, Lord. 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 ആ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. എന്താണ് യേശുവിന്റെ പ്രത്യേകത? എന്താണ് യേശു? നമ്മൾ ഇത്രയും സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എന്നോട് ചോദിച്ചാൽ യേശു ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മറ്റ് മതങ്ങളിൽ മറ്റ് ഗ്രന്ഥങ്ങളിൽ ദൈവം ദൈവമായി നിൽക്കുമ്പോൾ ബൈബിളിൽ മാത്രം നമുക്ക് കാണാൻ കഴിയും യേശു കർത്താവ് ദൈവം മാത്രമായി നിൽക്കുകയല്ല, യേശു എൻ്റെ
അപ്പനായി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പാന്ന് വിളിക്കാൻ ഒരു അവകാശം, അപ്പാന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ആ ഒരു ബന്ധമാണ് ഞാനും യേശുവും തമ്മിൽ. അപ്പാന്ന് വിളിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ചിലർ ദൈവമായി മറ്റ് മതഗ്രന്ഥങ്ങൾ ദൈവമായി നിൽക്കുമ്പോൾ ബൈബിളിൽ മാത്രം നാം കാണുന്ന ഒരു പ്രത്യേകത, ആ ദൈവത്തെ നമുക്ക് അപ്പാന്ന് വിളിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഇന്ന് രാത്രികാലം അപ്പനെ വിളിച്ചാൽ അപ്പൻ ഇറങ്ങി വരും. എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അത് വിളിച്ചാൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ അടുത്ത് വരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നീക്കി അടിമ എന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം, നീക്കി അടിമ എന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, ചേർന്നൊരുമിച്ച് പാടിയട്ടെ. നീക്കി അടിമ എന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം, നീക്കി അടിമ എന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ, അപ്പാ പിതാവേ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ പാടിയല്ലേ. നീക്കി അടിമ എന്ന നാമം, ഓ നീക്കി അടിമ എന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം, നീക്കി അടിമ എന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ, അപ്പാ പിതാവേ. അപ്പാന്ന് വിളിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അപ്പാ പിതാവേ, അപ്പാ പിതാവേ. ആ കൈകൾ ഒരു തവണ ഉയർത്തി പാടിയേ. ഓ നീക്കി അടിമ എന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം, നീക്കി അടിമ എന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ, അപ്പാ പിതാവേ. ഒരു തവണ കൂടെ അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ. പരിശുദ്ധനായ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പാതപിടത്തിലേക്ക് വരുന്ന കർത്താവേ, നീക്കി അടിമ എന്ന നാമം. അടിമത്തത്തിൽ കിടന്ന ഞങ്ങൾ, ഒരു നാളായ പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്ന ഞങ്ങൾ വെളിച്ചം കൊണ്ട് വീശി കർത്താവ് ക്രൂശിലെ സ്നേഹം ഞങ്ങളെ വിളിച്ച് ഈ പന്തലിനകത്ത് കർത്താവ് കൊണ്ടുവന്ന ഒരു കൃപയുണ്ട് കർത്താവേ. ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് കർത്താവ്, ഈ ദേശത്തോട് ഞങ്ങൾ പറയുന്നു കർത്താവേ, ഇന്നത്തെ അടിമത്തത്തെ പൊളിക്കണമേ കർത്താവേ. ഈ ദൈവമേ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്ന ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ ഞങ്ങൾ ഇവിടെ കൈമാറുന്നു കർത്താവേ. ഈ പട്ടണത്തെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലത്തെ എല്ലാ സന്ദേശങ്ങളും കർത്താവ് ഞങ്ങൾ അങ്ങ് കർത്താവ് ഈ പട്ടണത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപ സാന്നിധ്യം കൊണ്ടിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 3 ഹല്ലേലൂയ ശബ്ദം ഉയർത്തി പറയാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്ലീസ് ബി സീറ്റഡ്. അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നാൽ